Hi dears, it's time to start with another video in which we are going to discuss on past perfect. As usual, we will discuss definitely past perfect assertive, negative, yes or no questions and WH questions as well. Right? അപ്പോൾ നോക്കൂ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അസർട്ടീവ് സെന്റൻസ് ആണ്. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. It is used to describe an action that occurred before another action in the past. മറ്റൊരു പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടാമത് ഒരു പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രതിപാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് പ്രധാനമായും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ഈ ഡെഫിനിഷനിൽ പറഞ്ഞ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഫോർമുല. ആദ്യം സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ആഡ് ചെയ്യും. അതിനുശേഷം ഹാഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ അതിന് ശേഷം ഹാഡ് ചെയ്യുന്നു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഹാഡ് മാത്രം ഉപയോഗിക്കുന്നു. ഹാഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് അവിടെ അതിന്റെ ശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. V3 എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ സെന്റൻസ് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The train had left the station before we reached. ഒന്നാമത്തെ ഉദാഹരണം എടുത്ത് നോക്കാം ആദ്യം. The train had left the station before we reached. ഡെഫിനിഷനിൽ നാം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രവർത്തനം അല്ലെങ്കിൽ രണ്ടാമത് നടക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ മുമ്പ് നടന്നൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കൂ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ട്രെയിന് സ്റ്റേഷൻ വിട്ടു, സ്റ്റേഷന് ട്രെയിൻ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെന്റൻസ് നാം ഹാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ശേഷം നോക്കൂ, മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. ഏതാണത്? ബിഫോർ വി റീച്ച്ഡ്. നാം സ്റ്റേഷനിൽ എത്തുന്നതിന്റെ മുമ്പ് ട്രെയിൻ സ്ഥലത്തുനിന്ന് എടുത്തു, സ്റ്റേഷനിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് മറ്റൊരു പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ്. മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നാം സ്റ്റേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് വി റീച്ച്ഡ് എന്നുള്ളതാണ്. അത് നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് നടന്ന ഒരു പ്രവർത്തനമാണ് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ അത് ആ ടെൻസ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആണ് പറയുക. രണ്ടാമത് മറ്റൊരു ഉദാഹരണം നോക്കാം. I had eaten dinner before I went to office. രണ്ടാമത് നടന്ന പ്രവർത്തനം I went to office എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോ അതിന് മുമ്പ് നടന്ന കാര്യമാണ് I had eaten the dinner. രണ്ടും പാസ്റ്റ് ടെൻസിൽ നടന്ന കാര്യം തന്നെയാണ്. അപ്പോ ഇവിടെ രണ്ട് ടെൻസ് ഉണ്ടാവും, രണ്ട് പ്രവർത്തനം ഉണ്ടാവും. അതിൽ ആദ്യത്തേത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. അതാണ് I had eaten dinner before I went to office. ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചു, ഡിന്നർ കഴിച്ചു. ഓക്കെ, ഡിന്നർ എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. No worries. Next and last example. The patient had died. The patient had died before the doctor came. ഡോക്ടർ എത്തുന്നതിന്റെ മുമ്പ് പേഷ്യന്റ് മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർ എത്തുക എന്നുള്ള പ്രവർത്തനം നടന്നത് രണ്ടാമതാണ്. അതിന് മുമ്പ് പേഷ്യന്റ് ഡൈഡ്, പേഷ്യന്റ് മരിച്ചുപോയി. If the doctor had come a bit earlier, doctor would have been alive, right? So that's it for the assertive sentence in past perfect tense. ഇവിടെ അസർട്ടീവ് സെന്റൻസ് മാത്രമാണ് ഒന്ന് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള നെഗറ്റീവ് സെന്റൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് ഈ അസർട്ടീവ് സെന്റൻസിനെ ആസ്പദമാക്കിയിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ അസർട്ടീവ് സെന്റൻസിൽ കുറച്ചധികം ചർച്ച ചെയ്തിട്ടുള്ളത്.
Okay, let's move into the next session, which is negative sentence from past perfect itself. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് സെന്റൻസ് ആണ് ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നോക്കാം അതിൽ എങ്ങനെയാണ് ആ സെന്റൻസുകളിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഉണ്ടാക്കേണ്ട രൂപം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ രൂപത്തിൽ ആ ഫോർമുലയിൽ ഹാഡ് ചേർക്കേണ്ട ഭാഗം നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതിന്റെ ശേഷം ഈ നോട്ട് എന്നുള്ളത് ആഡ് ചെയ്താൽ ആസ് യൂഷ്വൽ വി വിൽ ഗെറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് സെന്റൻസ്. ആഡ് നോട്ട് ആഫ്റ്റർ ഹാഡ്, ആഫ്റ്റർ ഓക്സിലറി വെർബ് ഏതാണ്? ഇവിടെ ഹാഡ് ആണ്. ഹാഡിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് കിട്ടും. നോക്കാം ഉദാഹരണങ്ങൾ. ഞാൻ അതിന്റെ നെഗറ്റീവ് സെന്റൻസിന് വേണ്ട ഉദാഹരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന്റെ രണ്ടാമത് നടക്കുന്ന ആ ആക്ഷൻസ്, ആ ആക്ടിവിറ്റി അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി മാത്രം ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ദ ട്രെയിൻ ഹാഡ് നോട്ട് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ടില്ല. ബിഫോർ വി റീച്ച്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അത് രണ്ടാമത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെയാണ് നാം പാസ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് ആയാലും അസർട്ടീവ് ആയാലും ഏത് സെന്റൻസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റിന്റെ മോസ്റ്റ് ഓഫ് ദ യൂസേജ് ആ രൂപത്തിലാണ് വരാറുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ ആക്ഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഫസ്റ്റ് പാർട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. I had not eaten dinner. ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല. ഓക്കെ, ഇതിവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്താണ് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് രൂപത്തിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ ശേഷം മറ്റൊരു ആക്ഷൻ കൂടി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ, ദ പേഷ്യന്റ് ഹാഡ് നോട്ട് ഡൈഡ്. പേഷ്യന്റ് ഡൈ ആയിട്ടില്ല, മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഹാഡ് എന്നതിന് ശേഷം നോട്ട് ആഡ് ചെയ്തു, ഹാഡ് എന്നതിന് ശേഷം നോട്ട് ആഡ് ചെയ്തു, ഇവിടെ ഹാഡ് എന്നതിന് ശേഷം നോട്ട് ആഡ് ചെയ്തു. ആ രൂപത്തിലാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കല്. ഇനി നമുക്ക് മൂന്നാമത്തെ സെഷനിലേക്ക് പോവാം. മൂന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ബ്രിങ് ഓക്സിലറി, ഏതാ ഓക്സിലറി? ഹാഡ് ആണ്. ബ്രിങ് ഓക്സിലറി ബിഫോർ ദ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ ഏതൊരു സെന്റൻസിനും. ആ സെന്റൻസിന്റെ മുമ്പ് ഹാഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ബാക്കിയുള്ള സെന്റൻസ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു അസർട്ടീവ് സെന്റൻസ് എടുക്കുക. ആ അസർട്ടീവ് സെന്റൻസിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള മാറ്റം വരുത്തേണ്ടത് കേട്ടോ. ബ്രിങ് ഓക്സിലറി ഹാഡ് ബിഫോർ ദ സബ്ജക്റ്റ് ഫ്രം അസർട്ടീവ് സെന്റൻസ്. നോക്കൂ ഉദാഹരണങ്ങൾ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ എന്നുള്ളതായിരുന്നു അസർട്ടീവ് സെന്റൻസ്. അപ്പോൾ ഹാഡ് എന്നുള്ളത് അതിനെ സബ്ജക്റ്റ് ആയ ട്രെയിൻ എന്നതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് ഇങ്ങനെ പറയാം. ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ഒരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കും കൂടി ചെയ്താൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയി. ഹാഡ് യു ഈറ്റൻ ഡിന്നർ? ഹാഡ് ദ പേഷ്യന്റ് ഡൈഡ്? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തതിന്റെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് WH questions from past perfect. So how to make these sentences? Let's have a look at that. Add any WH question word into yes or no questions. തൊട്ട് മുമ്പ് പറഞ്ഞതാണ് yes or no question സെന്റൻസുകൾ. ആ yes or no സെന്റൻസുകളിലേക്ക് WH questions, നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന WH questions ഏതാണ് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ WH questions കിട്ടും. നോക്കൂ, had the train left the station എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിരുന്നത്. അതിന് മുമ്പ് വെൻ എന്നുള്ള WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തപ്പോൾ വെൻ ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ. നെക്സ്റ്റ്, ഹാഡ് യു ഈറ്റൻ ഡിന്നർ? നിങ്ങൾ ഡിന്നർ കഴിച്ചോ എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ്. വേർ എന്നുള്ളത് ആഡ് ചെയ്തപ്പോൾ വേർ ഹാഡ് യു ഈറ്റൻ ദ ഡിന്നർ. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഹാഡ് ദ പേഷ്യന്റ് ഡൈഡ് എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ്. അതിന്റെ മുമ്പിലേക്ക് ഹൗ എന്നുള്ള WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്തപ്പോൾ ഹൗ ഹാഡ് ദ പേഷ്യന്റ് ഡൈഡ്. എങ്ങനെയാണ് പേഷ്യന്റ് ഡൈ ആയത്, മരിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞതുപോലെ ഈ പാസ്റ്റ് പെർഫെക്റ്റിൽ അസർട്ടീവ് സെന്റൻസിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞല്ലോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും, രണ്ട് പാസ്റ്റ് ടെൻസ് ഉണ്ടാവും.
അതിൽ ഒന്നാമത്തെ സെന്റൻസ് ആദ്യം ഏത് പ്രവർത്തനമാണ് നടന്നത് ആ ടെൻസിനാണ് നാം ഹാഡ് ഉപയോഗിച്ച് അഥവാ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ ഉണ്ടാവുമല്ലോ, അത് ഒബ്വിയസ്ലി നാം യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്താം. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് ടെൻസുകൾ ഉണ്ടാകും. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് itself and the second one that we are using in past perfect, which is simple past as well. So that's it for today's video. Hope you enjoyed and you have understood from this video. If you have any questions or queries, let me know in the comment box. Okay, I'll see you in the next video. Take care.